നമസ്കാരം. മകരസംക്രാന്തി ഏവരും കേട്ട് കാണും. വലിയൊരു ആഘോഷം തന്നെയാണ്. ഭാരതത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മകരസംക്രാന്തി ആഘോഷിച്ചു വരുന്നു. നമ്മൾ മലയാളികൾക്ക് മകരസംക്രാന്തി അറിയാമെങ്കിലും ആ വാക്ക് എവിടെയോ കേട്ടിട്ടുണ്ട്, കലണ്ടറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ അറിയാമെങ്കിലും മകരസംക്രാന്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് മകരവിളക്കാണ്. കാരണം മകരവിളക്ക് എന്നുള്ളത് ജനുവരി മാസം മകരസംക്രാന്തി ദിവസം മകരവിളക്ക് ശബരിമലയിൽ ആഘോഷിച്ചു വരുന്നു. അതിനെ TV ചാനലിലെല്ലാം തന്നെ കാണിച്ച് പത്രങ്ങളിലെല്ലാം വാർത്തയായി. പല സ്ഥലത്തു നിന്നും ആ അറിവ്, ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ കേട്ട് കണ്ട് ആ പുക മറവിൽ മകരസംക്രാന്തി എന്ത് എന്ന് പോലും മലയാളികൾ മറന്നു കഴിഞ്ഞു. മകരം രാശിയിലേക്ക് സൂര്യൻ കടക്കുന്നു. മകരസംക്രാന്തി ആ ദിവസം ആദിത്യനെ പൂജിക്കുക എന്നുള്ളതാണ്. ഭാരതത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, അവിടെ ആദിത്യനെ പൂജിക്കുന്നു. ആദിത്യദേവന് വേണ്ടിയിട്ട് ഈ പായസം മുതലായവ നിവേദിക്കുന്നു എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് മലയാളികൾക്കറിയാം ഈ മകരസൂര്യൻ എന്തോ ഒരു പ്രാധാന്യമുണ്ട്. മകരസൂര്യൻ എന്ന് പറഞ്ഞ് ഒട്ടുമുക്കാൽ പാട്ടുകളിലും സിനിമാ ഗാനങ്ങളിലും എല്ലാം തന്നെ മകരസൂര്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ, എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അതിലൂടെ വെളിവാകുന്നു. അങ്ങനെ മകരസംക്രാന്തി ദിവസം നാം ആദിത്യദേവനെ ആരാധിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താ വിഷയം. എങ്ങനെ ആരാധിക്കാം എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. മകരസംക്രാന്തി ദിവസം ആദിത്യ പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സ്വരൂപിക്കുക. കുറച്ച് പൂവ്, തുളസിയെങ്കിൽ തുളസി, ഒരു വിളക്ക്, നിവേദ്യ വസ്തു മതി. നിവേദ്യം എന്ന് ഇവിടെ പറയുന്നത് പായസമാകാം, എന്തു തന്നെ ആയിക്കോട്ടെ. നമ്മളുടെ തുടക്കം എന്താണോ നമുക്ക് ലഭ്യമായിട്ടുള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്, അതിൽ തന്നെ നമുക്ക് തുടങ്ങണം. പായസം വെക്കുവാൻ സാധ്യത കുറവായിട്ടുള്ള സ്ഥലങ്ങൾ ഇല്ലെങ്കിൽ അതിന് ദ്രവ്യങ്ങൾ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴമായാലും മതി എന്നുള്ളതാണ് സനാതന ധർമ്മം. പക്ഷേ മകരസംക്രാന്തി ദിവസം ആദിത്യനെ സ്മരിക്കാതെ പോകരുത് എന്നുള്ള ഒരു ചിന്ത ഇവിടെ സ്മരണീയമാണ്. നമ്മൾ ഏവരും ആദിത്യദേവനെ പൂജിക്കണം. ആദിത്യൻ്റെ അഷ്ടോത്തരം ഇന്ന് ലഭ്യമാണ്. ആദിത്യ ഹൃദയം ജപിക്കാം തുടങ്ങി ഒരുപാട് ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് ഗൂഗിളിൽ ലഭ്യമാണ്, യൂട്യൂബിൽ ലഭ്യമാണ്, പല പുസ്തകങ്ങളിലും അച്ചടിച്ച് വെച്ചിട്ടുണ്ട്, അതെല്ലാം ലഭ്യമാണ്. അത് വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന നാമങ്ങൾ ചൊല്ലുക. അതിനുശേഷം നാമങ്ങൾ ചൊല്ലുന്നതിന് മുന്നേ തന്നെ ആദിത്യനെ നോക്കി വിളക്ക് തെളിയിക്കണം. അതിനുശേഷം നാമങ്ങൾ ജപിക്കുക. അതിനുശേഷം നിവേദ്യം പായസം. തമിഴ്നാട്ടിൽ പൊങ്കൽ ഏവർക്കും അറിയാം, തൈ പൊങ്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേ ദിവസം, അത് തന്നെയാണ് മകരസംക്രാന്തി, അന്നേ ദിവസം അവർ ഈ പായസം, പൊങ്കൽ എന്ന് പറയുന്നത് പായസം തന്നെയാണ്, ആ പായസം അവർ ആദിത്യൻ്റെ മുമ്പിൽ തന്നെ, വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ അവർ ഒരുക്കി അത് ആദിത്യന് സമർപ്പിക്കുന്നു. അത് മകരസംക്രാന്തി. തമിഴ്നാട്ടിൽ മാത്രമല്ല, തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും എവിടെ നോക്കിയാലും മകരസംക്രാന്തി ഉണ്ട്. പക്ഷെ മലയാളിക്ക് മകരസംക്രാന്തി ദിവസം മകരവിളക്ക് എന്നുള്ളത് മാത്രമാണ് ചിന്ത. അത് TV-യിൽ കാണുന്നു, മകരസംക്രാന്തി ആഘോഷിച്ചു എന്നുള്ള ഒരു തൃപ്തിയോടുകൂടി കിടന്നുറങ്ങുകയാണ്. നമുക്കിത് ഈ ഒരു കാര്യം, ഈ ഒരു വിഷയം വളരെയധികം പ്രാധാന്യം ഏറിയ ഒരു വിഷയമാണ്. കാരണം വരും തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം അത് അനുഷ്ഠിക്കണം. ആയതിനാൽ ഈ വരുന്ന മകരസംക്രാന്തിക്ക് ഏവരും ചെറിയ രീതിയിലെങ്കിലും ഒരു പായസം ഉണ്ടാക്കുക. വീട്ടിൻ്റെ മുറ്റത്ത് ഇനി സാഹചര്യമില്ലല്ലോ, ഇന്ന് ഫ്ലാറ്റാണല്ലോ, കുഴപ്പമില്ല, വീട്ടിൻ്റെ അകത്ത് അടുക്കളയിൽ തന്നെ പായസം വെക്കുക. എന്നിട്ട് ആദിത്യന് നേദിക്കുക എന്നുള്ള ഒരു ചെറിയ ശീലം അങ്ങ് നമുക്ക് തുടങ്ങാം. എല്ലാ മകരസംക്രാന്തി ദിവസവും ആദിത്യനെ സ്മരിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ആദിത്യദേവൻ? ഗ്രഹം, ഗ്രഹദേവത, അധിദേവത, പ്രത്യധിദേവത എന്നിങ്ങനെ 4 കാര്യങ്ങളുണ്ട്. അതിൽ ഗ്രഹദേവതയായ ആദിത്യനെ സ്മരിക്കുന്നു. അരുണപ്രശ്നം മുതലായ വിഷയങ്ങളിൽ വേദം ഉദ്ഘോഷിക്കുന്നു. പല സ്ഥലത്തും ആദിത്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ നമുക്കിനി മകരസംക്രാന്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരട്ടെ, ആദിത്യ ദേവനെ പ്രീതിപ്പെടുത്തണം എന്നുള്ള ഒരു വിഷയം.
നമസ്കാരം.